ഹായ് ഗൈസ്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒരു റിവ്യൂ പറയാവുന്ന രീതിയിലായിരുന്നു സെക്കൻഡ് ടെസ്റ്റിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യ ഓസ്ട്രേലിയ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ വർഷമായി. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അതുപോലുള്ള കണ്ടൻറ്റും വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അന്നേരം നടന്നില്ല, മടിയാണ്. ഞാൻ പിന്നെ എന്തായാലും ഡ്രീം 11 കളിക്കുന്നുണ്ട്, അപ്പം അത് റിലേറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതിലെ വീഡിയോസ് എന്ന് പറയുന്നത് അതിൽ കൂടുതലും നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ലൈക്സ് കുറവാണെങ്കിലും. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ ഒരു റിവ്യൂ എന്ന രീതിയിൽ ഇടാമെന്ന്, എന്തെങ്കിലും യൂട്യൂബിലൊരു ഇതിടണ്ടേ എന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. എന്തായാലും ഞാൻ പൊതുവേ ഓരോ ക്രിക്കറ്റ് കളി കഴിയുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ മാച്ചസ് കഴിയുമ്പോൾ ഞാൻ കൂട്ടുകാരെ വിളിച്ച് ഇങ്ങനെ ഓരോ റിവ്യൂ പോലെ പറയാറുണ്ട്. റിവ്യൂ അല്ല, നമ്മുടെ ഓരോ ഒപ്പീനിയൻ അവരോട് പറയാം. അപ്പോൾ അവരുടെ ഒപ്പീനിയൻ തിരിച്ച് പറയും. അപ്പം ഞാൻ വെച്ചാൽ അത് യൂട്യൂബിലും അങ്ങനെ ആയിക്കൂടെ എന്ന് ഞാൻ ജസ്റ്റ് തിങ്കി. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ താഴെയായിട്ട് കമൻസായിട്ട് ചിലപ്പോൾ ഞാൻ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും അതിന് എഗൻസ്റ്റായിട്ട് എന്തായാലും ഒരു കമൻസ് വരും, അത് ഷുവറാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം കേട്ടോ, അതുകൊണ്ടും കൂടിയാണ്. പക്ഷേ ഇതെനിക്ക് എന്തുമാത്രം ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാതെ ഞാൻ ജസ്റ്റ് ഒരു പിക്ക് കാണിക്കുന്നത്. ഈ പിക്കിലെ പോലെ തന്നെയാണ് അതിലെ തന്നെ ആദ്യത്തെ കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പിക്കിൽ കാണിച്ചേക്കുന്ന പിക്ക് 1 ഡ്രോപ്പ് 1 എന്നാണ്. ഇതിനകത്ത് എന്തായാലും ഡാം ഷുവറാണ് രോഹിത് ശർമ്മയും KL രാഹുലും കാണും. ജുറലിനെ ആയിരിക്കും മാറ്റുന്നത്. പക്ഷേ ഞാനൊരു KL രാഹുൽ ഫാനല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു ബാറ്റ്സ്മാനാണ് KL രാഹുൽ. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു കിങ്സ് 11 പഞ്ചാബ് ഫാനാണ്. പുള്ളിക്കാരനാണ് നമ്മുടെ 2 വർഷം പുള്ളിക്കാരൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി കളിച്ച് ടീം തോൽപ്പിച്ച്. പക്ഷേ എനിക്കറിയാം അതിന് മുന്നേ പഞ്ചാബ് കപ്പ് നേടിയിട്ടില്ല, ഇപ്പോഴും നേടിയിട്ടില്ല. പക്ഷേ പഞ്ചാബിന് എതിരെ കളിച്ചപ്പോൾ പുള്ളിക്കാരൻ കൂടുതൽ ഓറഞ്ച് കപ്പിന് വേണ്ടി മാത്രമാണ് കളിച്ചത്. അതിൽ പുള്ളിക്കാരൻ്റെ കൂടെ ഓപ്പണിംഗ് ഇറങ്ങിയ മയങ്ക് അഗർവാളിനെ എത്രയോ വട്ടം റൺ ഔട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓപ്പണിംഗ് ഇറങ്ങാൻ വേറെ ആളുണ്ട്, രോഹിത് ശർമ്മയുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ KL രാഹുൽ അവിടെ പോയി ഫസ്റ്റ് ടെസ്റ്റിൽ നല്ലോണം കളിക്കുകയും ചെയ്ത് ഫസ്റ്റ് ഇന്നിങ്സിൽ നല്ലോണം കളിച്ചു. ഫസ്റ്റ് ഇന്നിങ്സിൽ കുറച്ച് റണ്ണേ എടുത്തുള്ളെങ്കിലും നല്ല രീതിയിലാണ് കളിച്ചത്. കാരണം നമ്മുടെ മറ്റുള്ള ബാറ്റ്സ്മാൻമാർ സ്ട്രഗിൾ ചെയ്തപ്പോഴും പുള്ളിക്കാരൻ കുറേ ബോൾ എടുത്ത് കുറച്ച് റണ്ണേ എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നിന്ന്, അതും ന്യൂ ബോളിൽ. അപ്പം പുള്ളിക്കാരൻ എന്തായാലും സെക്കൻഡ് ടെസ്റ്റിൽ അതേപോലെ നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് ഡേ നൈറ്റ് ടെസ്റ്റും കൂടിയാണ്. എന്തായാലും ഡേ നൈറ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് കൂടിപ്പോയാൽ മാക്സിമം 4 ഡേയ്സിനുള്ളിൽ ടെസ്റ്റ് തീരും, ഷുവറാണ്. അതുകൊണ്ട് അതുമാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ ഇറങ്ങിയ മറ്റേ പ്രൈം 11 ആയിട്ടൊരു വാമപ്പ് ഉണ്ടായിരുന്നു, മറ്റേ പ്രൈം മിനിസ്റ്റേഴ്സ് 11 എന്ന് പറഞ്ഞ ടീമായിട്ട്. അപ്പോൾ അതിലും നമ്മുടെ ഓപ്പണിംഗ് ഇറങ്ങിയത് ജയ്സ്വാളും KL രാഹുലും കൂടിയാണ്. രോഹിത് ശർമ്മ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. നമ്മുടെ രോഹിത് ശർമ്മ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിനും അതിന് റീസൺ അത് എത്ര പേര് എതിർക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാൻ കാരണം പുള്ളിക്കാരൻ ഫസ്റ്റ് ടെസ്റ്റിൽ പുള്ളിക്കാരനല്ലായിരുന്നു ക്യാപ്റ്റൻ, ബൂമറയായിരുന്നു. അപ്പം പുള്ളിക്കാരനെ ഫസ്റ്റ് ടെസ്റ്റ് ഇന്ത്യ ജയിച്ചോടെ പുള്ളിക്കാരൻ പ്രഷറായി. സെക്കൻഡ് ടെസ്റ്റ് തോറ്റുപോയാൽ പുള്ളിക്കാരൻ്റെ തലയിലാവും. അതുമാത്രമല്ല, പുള്ളിക്കാരൻ ഇപ്പോൾ ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് അവിടെയും ഫ്ലോപ്പാണെങ്കിൽ അതും പുള്ളിക്കാരൻ്റെ തലയിൽ വരും. കാരണം ഫസ്റ്റ് ടെസ്റ്റ് KL രാഹുൽ നല്ലോണം കളിച്ചല്ലോ, പിന്നെ എന്തിന് രോഹിത് ശർമ്മ ഓപ്പണിംഗ് ഇറങ്ങി. പുള്ളിക്കാരൻ അതൊന്നും ആ ട്രോളൊന്നും ഒഴിവാക്കാനും കൂടിയാണ് പുള്ളിക്കാരൻ മിഡ് ഇറങ്ങാം എന്ന രീതിയിൽ ഇപ്പം പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാരൻ വാമപ്പ് മാച്ചിൽ എത്ര ബോളിൽ 3 റൺ എടുത്ത് ഔട്ടാവുകയാണ് ചെയ്തത്. അത് കാര്യമില്ല, അത് കുഴപ്പമില്ല, വാമപ്പ് മാച്ചല്ലേ. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ഏകദേശം ഒരു പ്ലേയിങ് ലെവൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ഫസ്റ്റ് ടെസ്റ്റിലെ പോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതിന് ചേഞ്ചസ് വരുന്നത് ജുറയിലും പടിക്കലും ആയിരിക്കും. പടിക്കലിന് പകരം നമ്മുടെ ഗില്ല് വരും സെക്കൻഡ് ഡൗൺ ആയിട്ട്. ഓപ്പണിംഗ് എന്തായാലും KL രാഹുലും ജയ്സ്വാളും ആയിരിക്കും. ഫസ്റ്റ് ഡൗൺ ആയിട്ട് ഗില്ല് വരും, സെക്കൻഡ് ഡൗൺ ആയിട്ട് കോഹ്ലി വരും, പിന്നെ തേർഡായിട്ട് ഋഷഭ് പന്ത് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും രോഹിത് ശർമ്മ വരുന്നത്. പിന്നെ അങ്ങോട്ട് പഴയ സെയിം തന്നെ ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. എന്തായാലും ജുറേലിനെ മാറ്റുന്നത് എനിക്ക് ഭയങ്കര എതിർപ്പാണ്. കാരണം ജുറേൽ ഒരു ടെസ്റ്റ് കൊണ്ട് ജുറേലിനെ അളക്കാൻ പറ്റത്തില്ല. കാരണം ജുറേൽ കുറേ വട്ടം പുള്ളിക്കാരൻ്റെ കഴിവ് തെളിയിച്ചതാണ്. ഇതിപ്പം പുള്ളിക്കാരൻ വേറെ സീനിയർ പ്ലെയറിനെ കയറ്റാൻ വേണ്ടി ജുറേലിനെ മാറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല, നമ്മുടെ രോഹിത് ശർമ്മ ന്യൂസിലാൻഡിനെതിരെ 3 ടെസ്റ്റ് നയിച്ചപ്പോൾ ഉണ്ടായിരുന്ന അന്നേരം ടീം ചത്ത പോലായിരുന്നു ഫീൽഡ് ചെയ്തിരുന്നത്. അതേപോലെ ഫീൽഡിങ് സെറ്റപ്പ് ഓരോ ബാറ്റ്സ്മാൻ ഇറങ്ങുമ്പോഴും ഫീൽഡിങ് സെറ്റപ്പ് ചെയ്തത് ബൗണ്ടറി ലൈനിലൊക്കെ ആയിരുന്നു. ആ സമയത്ത് ബൂമറ സെറ്റപ്പ് നടത്തിയപ്പോൾ പണ്ടത്തെ കോഹ്ലിയുടെ സമയത്തുണ്ടായിരുന്ന
അഗ്രഷനും ടീം സ്പിരിറ്റും അതെല്ലാം കണ്ടു കഴിഞ്ഞ്. അപ്പോൾ സെക്കൻഡ് ടെസ്റ്റിൽ എനിക്കത് വേണമെന്നാണ്. പക്ഷേ രോഹിത് ശർമ്മ വരുമ്പോൾ എന്തായാലും കാണാൻ ചാൻസ് കുറവാണ്. ബുംറ തന്നെ ക്യാപ്റ്റൻ ആവണമെന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും ഒരു സ്പിന്നറായിട്ട് നമ്മുടെ വാഷിങ്ടൺ സുന്ദർ തന്നെ ആയിരിക്കും. വേറെ മാറ്റമൊന്നും കാണത്തില്ല. പ്ലേയിങ്ങിലുള്ള ആകെ 2 ചേഞ്ചസേ കാണത്തുള്ളൂ. അതും 2 ബാറ്റ്സ്മാൻമാരായിരിക്കും. നമ്മുടെ രോഹിത് ശർമ്മയും ഗില്ലും ജുറേലിനും പടിക്കലിനും പകരം ഇറങ്ങും. പിന്നെ അതുമാത്രമല്ല, അടുത്തത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഡേ നൈറ്റ് ടെസ്റ്റാണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഹിസ്റ്ററി അനുസരിച്ച് ഓസ്ട്രേലിയ 10 ടെസ്റ്റിൽ എങ്ങാണ്ട് അവിടെ ഡേ നൈറ്റ് കളിച്ചിട്ട് 1 റണ്ണേ തോറ്റിട്ടുള്ളൂ. അത് തോറ്റത് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ്. അതും പെട്ടെന്ന് അവരുടെ ഒരു ബോളറുണ്ടായിരുന്നു, അവന് ആ പ്ലെയർക്ക് 7 വിക്കറ്റ് ആ ഇന്നിങ്സിൽ കിട്ടി. പെട്ടെന്നാണ് വെസ്റ്റ് ഇൻഡീസിന് കളി അവരുടെ കയ്യിലൊതുക്കാൻ പറ്റിയത്. അല്ലായിരുന്നു ആ കളി ഓസ്ട്രേലിയ അത് തന്നെ ജയിച്ചാണ്. അതുമാത്രമല്ല, അടുത്ത ടെസ്റ്റ് അടക്കം വന്ന അഡ്ലെയ്ഡിലാണ്. അഡ്ലെയ്ഡിൽ ഇതുവരെ ഡേ നൈറ്റ് ടെസ്റ്റ് ഓസ്ട്രേലിയ തോറ്റിട്ടില്ല. പിന്നെ ഓസ്ട്രേലിയക്ക് എന്ന് പറയുന്നത്, ഓസ്ട്രേലിയക്ക് അടുത്ത ടെസ്റ്റ് ജയിച്ചേ പറ്റൂ. കാരണം അടുത്ത വരുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അനുസരിച്ച് ഇനി ഓസ്ട്രേലിയക്ക് 6 ടെസ്റ്റാണുള്ളത്. 4 എണ്ണം ഇന്ത്യക്കെതിരെയും 2 എണ്ണം ശ്രീലങ്കയ്ക്കെതിരെയും. ആ 2 എണ്ണം ശ്രീലങ്കയ്ക്കെതിരെയുള്ളത് അത് അവരുടെ എവേ മാച്ചാണ് ഓസ്ട്രേലിയയുടെ. അപ്പം പിന്നെ അവിടെ എന്തായാലും ജയിക്കാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം അവിടെ സ്പിൻ പിച്ചാണ്. നമ്മുടെ ഇന്ത്യയും ന്യൂസിലാൻഡൊക്കെ അവിടെ പോയി ഫ്ലോപ്പായതാണ്. അപ്പം ഈ ഓസ്ട്രേലിയയുടെ ഒരു സ്പിന്നിൻ്റെ ഇത് വെച്ച് ഓസ്ട്രേലിയ മിക്കവാറും അവിടെ പോയി തോക്കാനാണ് ചാൻസ്. അപ്പം ഓസ്ട്രേലിയക്ക് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ കയറണമെങ്കിൽ ഓസ്ട്രേലിയക്ക് 6 ടെസ്റ്റിൽ 4 എണ്ണം ജയിക്കണം. അപ്പം അവന്മാർ കൂടുതലും ജയിക്കാൻ ശ്രമിക്കുന്നത് ഇനിയുള്ള 4 ടെസ്റ്റിലായിരിക്കും. അതിൽ 3 ടെസ്റ്റെങ്കിലും അവർ മാക്സിമം ജയിക്കാൻ നോക്കും. അതുമാത്രമല്ല, നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റിൽ ജയ്സ്വാൾ സ്റ്റാർക്കുമായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഉടക്കിയായിരുന്നു, വേഗത കുറവെന്ന രീതിയിൽ. അതിപ്പം പല റിവ്യൂവേഴ്സും സീനിയർ പ്ലെയേഴ്സൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു 22 വയസ്സുകാരൻ ഒരു സീനിയർ പ്ലെയറിനോട് ഇത്രയും രീതിയിൽ സംസാരിക്കണമെങ്കിൽ അവൻ്റെ മനക്കരുത്ത് എന്താണെന്ന്. ഇപ്പം തന്നെ റീസെൻ്റായിട്ട് മറ്റേ കുക്കും പറഞ്ഞായിരുന്നു, ഇംഗ്ലണ്ടിൻ്റെ ഫോർമർ ക്യാപ്റ്റൻ, ഞാനായിരുന്ന ആ ഏജിലെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു. അപ്പോൾ അവൻ ചില്ലറക്കാരനല്ല എന്ന രീതിയിലാണ് കുക്ക് ജയ്സ്വാളിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. അതേപോലെ ജോൺസൺ പറഞ്ഞേക്കുന്നത് അടുത്ത ടെസ്റ്റ് തൊട്ട് യുദ്ധം പോലെ കളിക്കണം എന്നാണ്. അപ്പോൾ എന്തായാലും ഒരു നൈസ് ടെസ്റ്റായിരിക്കും ഇനിയുള്ള 4 ടെസ്റ്റ്. അതുമാത്രമല്ല, ഇപ്പം ഇന്ത്യ ഫസ്റ്റ് ടെസ്റ്റ് ജയിച്ചതോടെ അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലണ്ടിനോട് ന്യൂസിലാൻഡ് തോറ്റു. ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ഔട്ടായി ഈ വരുന്ന ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് എൻട്രിയിലേക്ക്. അതുകൊണ്ട് നമുക്കിനി ഒരു 4 ടെസ്റ്റിൽ 2 എണ്ണം ജയിച്ചാൽ മതി എന്നും പറഞ്ഞ് 2 എണ്ണം ബാക്കി 2 എണ്ണം തൂക്കുക എന്നല്ല, 2 എണ്ണം ജയിച്ച് 2 എണ്ണം ഏകദേശം 2 എണ്ണം അല്ലെങ്കിൽ 1 എണ്ണം ഡ്രോ ആക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫൈനലിൽ കളിക്കാൻ പറ്റും ഇംഗ്ലണ്ടിൽ പോയി. അതിൽ കൂടുതലും ചാൻസ് മറ്റേ എൻഡിൽ എന്തായാലും, ഇപ്പോൾ ഇന്ത്യ കയറുവാണെങ്കിൽ മറ്റേ എൻഡിൽ എന്തായാലും സൗത്ത് ആഫ്രിക്ക ആയിരിക്കും. ഇവിടെ ഇന്ത്യ കയറിയില്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ തമ്മിലായിരിക്കും ഫൈനൽ. ശ്രീലങ്ക കയറാൻ ചാൻസ് കുറവാണ്. കാരണം ശ്രീലങ്കയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഒരു ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റിൽ കൂടുതലും അത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ്. അതുകൊണ്ട് കൂടുതലും സൗത്ത് ആഫ്രിക്ക ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. ശ്രീലങ്ക ഇനി ഒരു ടെസ്റ്റോടെ തോറ്റു പോവുകയാണെങ്കിൽ ശ്രീലങ്ക ഏകദേശം ഔട്ടോ. പിന്നെ 3 ടീമേ ഉള്ളൂ ചാമ്പ്യൻഷിപ്പിലേക്ക് കയറാനുള്ള അവസരം, സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും ഓസ്ട്രേലിയയും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുന്നത്, എനിക്കിതിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ രോഹിത് ശർമ്മ എനിക്കിഷ്ടമല്ല. പിന്നെ അതുമാത്രമല്ല, ജുറേലിനെ എനിക്ക് മാറ്റുന്നതിൽ യാതൊരു താല്പര്യമില്ല. പിന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ എങ്ങനെ കളിക്കുമെന്ന് വെള്ളിയാഴ്ച നമുക്ക് അറിയാൻ പറ്റും. ഡേ നൈറ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തായാലും മാക്സിമം 4 ഡേക്കുള്ളിൽ കളി തീരും. ഓക്കെ ഗൈസ്, എനിക്ക് വേറെ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, പക്ഷേ എന്താ പറയാൻ അങ്ങോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ബൈ.